നിങ്ങൾ വിചാരിക്കുക എന്താണിത് കേക്കൊക്കെ വെച്ചൊരു കൈയടിക്കലൊക്കെ എന്ന് കേക്ക് മുറിക്കുന്നത് എന്തിനാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്ന്. എല്ലാ ടീമും ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. എന്താണെങ്കിലും ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം. ആദ്യം റൈഹും ഫാമിലിയും ഒക്കെ ഉണ്ട്, ഞാനുണ്ട്, മോനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും എന്തായിരിക്കും എന്നൊരിതില്ലേ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പോയി കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്താണെന്നുള്ളത്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടുവരും ഗൈസ്. വെൽക്കം ബാക്ക്. പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ ഒരു പ്രത്യേക ദിവസം എന്നറിയോ? ഇന്ന് അങ്ങനെ എൻ്റെ ചങ്കായ ആദ്യമായിട്ട് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഒരു വണ്ടി എടുക്കാൻ പോവാണ്. എന്താ പറയുക, അതിൻ്റെ സന്തോഷമാണ്. അപ്പം ഞാനും ആ കൂട്ടത്തിൽ കൂടുകയാണ്. നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണെന്ന്. എന്താ രാത്രി മുക്കം കാണാൻ വേണ്ടി? ഈ രാത്രി നിനക്ക് വീട്ടിലിരിക്കാൻ വരാം, മുക്കം കാണാൻ വന്നു. ആദ്യം ഉണ്ട് ഗൈസ്. ആദ്യം മോളെ ഡ്രസ്സ് കൊള്ളാലോ, അടിപൊളിയാ, സൂപ്പറാ. എന്താണ് ഇവിടെ ചുറ്റിക്കറങ്ങുന്നത്? എന്താണ് ഇവിടെ ചുറ്റിക്കറങ്ങുന്നത്? വെറുതെ ചുമ്മാ രസം. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ചിരിച്ചു കണ്ടു. എന്താണെന്ന് ഞാൻ പറയുന്നതാണ് ഗൈസ്. ഇതാ കോസ്റ്റ്യൂം അടിപൊളിയല്ലേ? ഇതാ സർപ്രൈസാ, സർപ്രൈസ്. അവിടെ വണ്ടിയാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ആദ്യം എന്താ പറയാനുള്ള പറ. ഇതായിരുന്നല്ലേ നമ്മളെല്ലാവരും ഡ്രീം. അത് ഇനി നമ്മൾ കാറിൽ കാണാം എല്ലാവരും കൂടി. ഇനി സ്കൂട്ടി കളഞ്ഞു, സ്കൂട്ടി ഇല്ലല്ലേ. അപ്പം ഇതായിരുന്നു. അഭയദീപേശം ഉണ്ട് കേട്ടോ കൂടെ, അല്ലേ? എന്താണ് നിനക്ക് പറയാനുള്ളത്? ഇനി നിന്നെ ഇനി കേറില്ല. ഇത്ര നാൾ മഴയായത് നമ്മൾ വീട്ടിൽ കുറച്ചു നേരം നിൽക്കുമായിരുന്നു. പ്രശ്നമൊന്നും ഇല്ല. ഇനി ഫുള്ള് കാറിൽ തന്നെ പെട്രോൾ അടിക്കുക, പോവാ അല്ലേ? ഫുൾ ടാങ്ക് അടിക്കുക. എങ്ങോട്ടാണെന്ന് ഇല്ലല്ലേ? കട്ടയിടല്. അപ്പം ഇതൊക്കെയാണ്. റിലു പറ, എനിക്ക് സന്തോഷമായില്ലേ? റിലുവിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടോ മാറി. അഭിനയത്തിൽ ഇറങ്ങിയപ്പോഴത്തന്നെ അവളെ ഞങ്ങൾ മാറ്റി. ഒന്ന് കറങ്ങാൻ കാണട്ടെ. റിലു അങ്ങനെ സുന്ദരിയായി. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം അവളെ ആഗ്രഹം അവൾ സാധിച്ചു. എന്താ പറയുക, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഷൂട്ടിനൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ ബൈക്കിൽ നനഞ്ഞുകൊണ്ടൊക്കെ പോകലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്നോ വിചാരിക്കുന്നുണ്ടായിരുന്നു നമുക്കൊരു വണ്ടി എടുക്കണമെന്നൊക്കെ അവൾ പറയലുണ്ടായിരുന്നു. ഏതായാലും അത് സാധിച്ചു. അവളെ സന്തോഷത്തിൽ ഞാനും മോനും പങ്കേറുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് അവൾ ഇവിടെ വരെ എത്തിയത്. ഇനി മുന്നോട്ടും ഇങ്ങനെ തന്നെ പോട്ടെ. ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ. അവളെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനിയും ഉയരങ്ങളിലെത്താൻ പ്രാർത്ഥിക്കുന്നു. വേറൊരു വീഡിയോയുമായി കാണാം.